ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCERT ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ അഞ്ചാമത്തെ ക്ലാസ്സിലാണുള്ളത്. 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് 10ാം ക്ലാസ്സിലേതായതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഡെപ്തിലേക്ക് ഇറങ്ങിയിട്ടായിരിക്കും കാര്യങ്ങൾ പറയുന്നത്. അതോടൊപ്പം ക്ലാസ് കുറച്ച് ലെങ്തിയുമായിരിക്കും. ഒറ്റ സ്ട്രെച്ചിൽ തന്നെ കേട്ട് തീർക്കാതെ ആവശ്യാനുസരണം ബ്രേക്ക് എടുത്ത് കേട്ട് തീർക്കുക. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള പല ഫാക്റ്റുകളും ഒന്നുകൂടി ഡെപ്തിൽ ഇറങ്ങിയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാഠഭാഗത്തിൻ്റെ പേര് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്നാണ്. സോ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തെക്കുറിച്ചും ഇന്ത്യക്കാർ അതെങ്ങനെ പ്രതിരോധിച്ചു, നമ്മൾ എങ്ങനെ അതിനെ പ്രതിരോധിച്ചു എന്നുള്ളതും 7ാം ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. അതിൻ്റെ ഒരു ഹയർ ലെവലാണിത്. ഇവിടെ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു കോട്ട് കാണാം, നമുക്കത് വായിക്കാം. 1907 ജനുവരിയിലെ ഒരു ദിനം കൽക്കത്തയ്ക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലെ കർഷകനായിരുന്ന ഗാംഗുലിൻ്റെ മകളുടെ വിവാഹമായിരുന്നു അന്ന്. മുറ്റത്തൊരുക്കിയ ചെറുപന്തലിൽ ധാരാളം അതിഥികളുണ്ടായിരുന്നു. അവരെയെല്ലാം മധുരപലഹാരങ്ങൾ നൽകിയാണ് ഗാംഗുലും ബന്ധുക്കളും സ്വീകരിച്ചത്. എന്നാൽ അവയിൽ പഞ്ചസാര ചേർത്തിരുന്നില്ല, പകരം ശർക്കരയായിരുന്നു ഉപയോഗിച്ചത്. അപ്പോൾ നമ്മുടെ മുൻകഴിഞ്ഞ ക്ലാസ് കേട്ടിട്ടുള്ള ആളുകൾക്ക് ആ ഒരു പോയിന്റ് വന്നപ്പോൾ കാര്യം മനസ്സിലായി അല്ലേ? പഞ്ചസാര എന്നുള്ളത് വിദേശ നിർമ്മിതി ആയതുകൊണ്ട് പഞ്ചസാരയെ ബഹിഷ്കരിച്ചിരുന്നു, അതിന് പകരം ശർക്കരയായിരുന്നു ഉപയോഗിച്ചിരുന്നത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു. ഇതേപ്പറ്റി അന്വേഷിച്ചവരോട് ഗാംഗുൽ അഭിമാനത്തോടെ പറഞ്ഞു, നമ്മുടെ ദുരിതങ്ങൾക്കെല്ലാം കാരണക്കാർ ബ്രിട്ടീഷുകാരാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നല്ലോ. അതിനാലാണ് ബ്രിട്ടീഷ് ഉൽപ്പന്നമായ പഞ്ചസാര വേണ്ടെന്ന് വെച്ചതും നമ്മുടെ ഉൽപ്പന്നമായ ശർക്കര ഉപയോഗിച്ചതും. സോ നിങ്ങൾക്ക് അവിടെ കാര്യം മനസ്സിലായിട്ടുണ്ട്. സോ നമുക്കതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് കിടക്കാം. എന്തായിരിക്കും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചത്? ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങളെ എങ്ങനെയാണ് ബാധിച്ചത്? അവർ എങ്ങനെയായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തോട് പ്രതികരിച്ചത്? തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. കച്ചവടത്തിന് വന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ കീഴടക്കി അധികാരം കൈയടക്കിയതിനെക്കുറിച്ച് മുൻ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഓർക്കുമല്ലോ. നമ്മളും അത് ഡിസ്കസ് ചെയ്താണ്, നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. സൈനിക ശക്തിയിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴടക്കിയത്. രണ്ട് നമ്മൾ പറഞ്ഞതാണ്. 1757 പ്ലാസി യുദ്ധം മുതൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയുള്ള 100 വർഷ കാലയളവിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വലിയൊരു ഭാഗം പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം 53% ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. ശേഷിക്കുന്ന ഭൂപ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. അപ്പോൾ ഒന്നുകിൽ ബ്രിട്ടീഷുകാർ നേരിട്ട്, അല്ലെങ്കിൽ അവർ ഏർപ്പെടുത്തിയ അവരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്. ഇതാണ് ആ ഭൂപടം. നമുക്ക് മാപ്പിലേക്ക് പോവേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള ഭാഗം വായിക്കാം. ബ്രിട്ടീഷ് നയങ്ങളുടെ പ്രത്യാഘാതങ്ങൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ ദുരിതം ആദ്യം അനുഭവിച്ചവരിൽ പ്രധാന വിഭാഗം കർഷകരായിരുന്നു. ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഭൂനികുതി നയങ്ങളായിരുന്നു കർഷകരുടെ നട്ടെല്ലൊടിച്ചത്. പരമാവധി വരുമാനം ഉണ്ടാക്കുക എന്നതായിരുന്നു നികുതി നയത്തിൻ്റെ ലക്ഷ്യം. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത നികുതി സമ്പ്രദായങ്ങളാണ് നടപ്പാക്കിയത്. ചുവടെ കൊടുത്ത പട്ടികയിൽ നിന്ന് ബ്രിട്ടീഷ് ഭൂനികുതി സമ്പ്രദായങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക,
ഇത് PSC ഇതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് ചോദിക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഈ ഒരു കോളം ഇതേപോലെ പഠിക്കാം. ഭൂനികുതി വ്യവസ്ഥ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇത് ബംഗാൾ, ബീഹാർ, ഒറീസ തുടങ്ങിയ പ്രദേശങ്ങളിലാണ്. ബംഗാൾ, ബീഹാർ, ഒറീസ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. എന്താണിതെന്ന് നമ്മൾ പിന്നാലെ വിശദീകരിക്കും. ദെൻ റയറ്റ് വാരി വ്യവസ്ഥ, ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ. അപ്പോൾ നമ്മുടെ പ്രദേശങ്ങളിലേക്ക്, ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലേക്ക് റയറ്റ് വാരി വ്യവസ്ഥ. മഹൽവാരി വ്യവസ്ഥ, വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ. മഹൽവാരി വ്യവസ്ഥ, വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിലും, റയറ്റ് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലും, മഹൽവാരി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലും നടപ്പിലാക്കി. ഇനി ഓരോന്നും നമുക്ക് നോക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് ജമീന്ദാർമാരായിരുന്നു. അപ്പോൾ അവിടെ നികുതി പിരിച്ചത് ജന്മികളാണ്, അല്ലെ, സെമീന്ദാർസ് ആണ്. സെമീന്ദാർ. നികുതി പിരിവിനധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ ജമീന്ദാറാണ്. അപ്പോൾ നികുതി പിരിക്കുന്നത് ജമീന്ദാറാണ്, അതിൻ്റെ ഉടമസ്ഥനും ജമീന്ദാറാണ്. ജമീന്ദാർമാർ ഭൂ ഉടമകളായതോടെ യഥാർത്ഥ കർഷകർ കുടിയാന്മാരായി. അപ്പോൾ ഇവിടുത്തെ കർഷകർ, യഥാർത്ഥ കർഷകർ ആരായിട്ട് മാറി? കുടിയാന്മാരായി മാറിയിട്ടുണ്ട്. വിളവിൻ്റെ 60% വരെ കർഷകർ നികുതിയായി നൽകണമായിരുന്നു. അപ്പോൾ നികുതിയായിട്ട് നൽകേണ്ടത് വിളവിൻ്റെ 60% വരെയാണ്. വിളവിൻ്റെ 60% വരെ. വിളവ് മോശമായാലും നികുതി നൽകണമായിരുന്നു. അപ്പോൾ വിളവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 60% നികുതി അവർക്ക് കിട്ടിയേ തീരൂ. അപ്പോൾ വിളവ് മോശമായാലും നികുതി നൽകണം. വിളവ് മോശമായാലും നികുതി. നിശ്ചയിച്ച തീയതിയിൽ നികുതി പണമായി നൽകണമായിരുന്നു. അപ്പോൾ നികുതി എന്തായിട്ടാണ് നൽകേണ്ടത്? കറക്റ്റ് ഡേറ്റിന് പണമായിട്ട് തന്നെ നൽകണം. മുൻകാലങ്ങളിൽ ഉൽപ്പന്നങ്ങളാണ് കർഷകർ നികുതിയായി നൽകിയിരുന്നത്. അപ്പോൾ അത് അവർക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. അഥവാ സാധനങ്ങൾ വിറ്റുപോയില്ല എങ്കിലും ആ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് നൽകിയാൽ മതിയല്ലോ. അപ്പോൾ അതൊന്നും ഇവിടെ പരിഹാരമായിരുന്നില്ല. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയില്ല. ജമീന്ദാർമാരാണ് പിരിവുകാർ, അവരാണ് ഉടമസ്ഥർ. 60% വരെ അവർക്ക് നികുതി കൊടുക്കണം. യാതൊരുവിധ നികുതി ഇളവുകളും ഇല്ലായിരുന്നു. ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലിസ് പ്രഭുവാണ് ഈ നയം നടപ്പിലാക്കിയത്. അപ്പോൾ കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. കോൺവാലിസ് പ്രഭു. പഠിച്ചു വെക്കുക, ചോദിച്ചിട്ടുണ്ട്. ഇനി ദക്ഷിണേന്ത്യയിലേക്ക് വരാം. ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ റയറ്റ് വാരി വ്യവസ്ഥ. റയറ്റ് വാരി വ്യവസ്ഥയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? നികുതി നേരിട്ട് പിരിക്കുന്നു. റയറ്റ് വാരിയിൽ ഡയറക്റ്റ് ആണെന്ന് ഓർക്കുക. റയറ്റ് വാരി സിസ്റ്റത്തിൽ ഡയറക്റ്റ് ആയിട്ടാണ് വരി പിരിക്കുന്നത്. അപ്പോൾ നേരിട്ട് നികുതി പിരിക്കുന്ന രീതി. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകനായിരുന്നു. അപ്പോൾ ഇവിടെ ഉടമസ്ഥൻ കർഷകനാണ്, അല്ലേ? ശാശ്വത ഭൂനികുതിയിലെ ഉടമസ്ഥൻ കർഷകനല്ല, ജമീന്ദാരാണ്. എന്നാൽ അമിതമായ നികുതി നിരക്ക് കർഷകരെ ദരിദ്രരാക്കി. പക്ഷേ ഉടമകളായിട്ടൊരു കാര്യമില്ല, അമിതമായിട്ടുള്ള നികുതിയാണ്. അത് കാരണം അവരുടെ നില വളരെ വഷളായിരുന്നു. മാത്രമല്ല നികുതി നിരക്ക് ഇടയ്ക്കിടെ വർദ്ധിച്ചിരുന്നു. നികുതി നിരക്ക് ഇടയ്ക്കിടെ വർദ്ധിപ്പിച്ചു. ഇതാണ് റയറ്റ് വാരി വ്യവസ്ഥയുടെ പ്രത്യേകത. ഇനി നമുക്ക് മഹൽവാരി വ്യവസ്ഥയിലേക്ക് വരാം, അല്ലെ? വടക്ക് പ്രദേശങ്ങളിൽ നടന്നിരുന്ന മഹൽവാരി വ്യവസ്ഥ. ഇവിടെ ഗ്രാമത്തലവനായിരുന്നു നികുതി പിരിച്ചെടുത്തത്. ഈ വ്യവസ്ഥയിലും നികുതി നിരക്ക് അമിതമായിരുന്നു. അപ്പോൾ ഈ നികുതി നിരക്ക് അമിതം എന്നുള്ളത് എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളതാണ്. ഗ്രാമത്തെ അഥവാ ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കിയിരുന്നു. അങ്ങനെ കണക്കാക്കിയാണ് നികുതി പിരിച്ചിരുന്നത്. അപ്പോൾ ഓരോ ഗ്രാമവും ഓരോ മഹലാണ്. അതാണ് മഹൽവാരി സിസ്റ്റം എന്നറിയപ്പെടുന്നത്. മഹൽവാരി സിസ്റ്റം. സോ 3 പ്രത്യേകതകളും വേർതിരിച്ച് മനസ്സിലാക്കി വെക്കുക. ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും. ദെൻ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ കാർഷിക രംഗത്ത് വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി.
ഉയർന്ന നികുതി നിശ്ചിത തീയതിയിൽ പണമായി അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകർക്ക് പലപ്പോഴും കൊള്ളപ്പലിശക്കാരിൽ നിന്ന് പണം കടം വാങ്ങേണ്ടി വന്നു. കൃഷിയിടം പണയപ്പെടുത്തിയാണ് അവർ കടം വാങ്ങിയത്. ഉയർന്ന പലിശ നിരക്കായിരുന്നു കർഷകരിൽ ഈടാക്കിയത്. അതിനാൽ കടവും പലിശയും അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകരുടെ ഭൂമി കൊള്ളപ്പലിശക്കാർ കൈയടക്കി. അപ്പോൾ ഈ അമിതമായിട്ടുള്ള നികുതി കാരണം കർഷകർക്ക് അവരുടെ ഭൂമി സ്വന്തമായിട്ടുണ്ട് എങ്കിലും അത് പണയം വെക്കേണ്ട അവസ്ഥയാണ്. അവസാനം അത് കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയാണ് വന്നിട്ടുള്ളത്. ഇനി കൃഷിയുടെ വാണിജ്യവൽക്കരണം. ഇന്ത്യയിലെ കർഷകർ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നത് കുടുംബത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതൊരു പ്രസ്താവനയാണ്. ഇന്ത്യയിലെ കർഷകർ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നത് കുടുംബത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ആവശ്യത്തിനായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷകർ വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷകർ വിപണി നോക്കി കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. അപ്പോൾ മാർക്കറ്റിൽ വിലയുള്ളത് ഉൽപ്പാദിപ്പിക്കേണ്ട രീതിയായി. ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ വൻതോതിൽ കൃഷി ചെയ്തു. ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ, അല്ലേ? നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഭക്ഷ്യവിളകൾ, നെല്ല്, ഗോതമ്പ് പോലെ. നാണ്യവിളകളാകുമ്പോൾ അത് മാർക്കറ്റ് ലക്ഷ്യമാക്കി റബ്ബർ, ഏലം, കുരുമുളകൊക്കെ പോലെ അങ്ങനെ കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ്. ഈ മാറ്റത്തെയാണ് അക്കാലത്ത് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ വൻതോതിൽ കൃഷി ചെയ്യുന്നതിനാണ്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നികുതി നിരക്ക് കൂടുതലായിരുന്നല്ലോ. മാത്രമല്ല നികുതി പണമായി നിശ്ചയിക്കപ്പെട്ട തീയതിയിൽ തന്നെ നൽകണമായിരുന്നു. ഈ സാഹചര്യം നേരിടാൻ വേണ്ടിയായിരുന്നു കർഷകർ വിപണിയിൽ കൂടുതൽ വില ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്തത്. അപ്പോൾ അത് അവരുടെ തന്ത്രമായിരുന്നു. കൂടുതൽ പൈസ കിട്ടണമെങ്കിൽ കൂടുതൽ വിലയുള്ള, കൂടുതൽ ലാഭം കിട്ടുന്ന വിളകൾ അവർ കൃഷി ചെയ്യുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾക്കായിരുന്നു വിപണിയിൽ ഉയർന്ന വില ലഭിച്ചത്. അങ്ങനെ ഇന്ത്യൻ കൃഷിയിടങ്ങൾ യൂറോപ്പിനായി കൃഷി ചെയ്യാൻ തുടങ്ങി. അക്കാലത്ത് വ്യാപകമായി കൃഷി ചെയ്ത വിളകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. വിളകൾ: നീലം വ്യാപകമായിട്ട് കൃഷി ചെയ്തിരുന്നത് ബംഗാൾ, ബീഹാർ. ഈ പട്ടികകളെല്ലാം നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. നീലം, ബംഗാൾ, ബീഹാർ, രണ്ടും ബിയിലാണ് വരുന്നത്. നീലം, ബംഗാൾ, ബീഹാർ, അല്ലേ? നീല ബ്ലൂവിലാണല്ലോ, അപ്പോൾ ബ്ലൂ, ബംഗാൾ, ബീഹാർ. ദെൻ പരുത്തി, കോട്ടൺ. പരുത്തി വരുന്ന സമയത്ത് മഹാരാഷ്ട്ര, പഞ്ചാബ്. പരുത്തി, മഹാരാഷ്ട്ര, പഞ്ചാബ്. കരിമ്പ്, ഉത്തർപ്രദേശ്. ഉത്തരം പറഞ്ഞാൽ മധുരിക്കും എന്നോർത്താൽ മതി. അപ്പോൾ കരിമ്പ് മധുരമുള്ളതാണല്ലോ. ഉത്തരം പറഞ്ഞാൽ മധുരിക്കും. ഉത്തർപ്രദേശ്, കരിമ്പ്. ഇനി തേയിലയ്ക്ക് പ്രശസ്തമായിട്ടുള്ള ആസാം നമുക്കറിയാം. അതിൻ്റെ കൂടെ കേരളം കൂടി പഠിച്ചു വെക്കുക. തേയില, ആസാം, നമ്മുടെ കേരളം. ദെൻ ചണം, ബംഗാൾ. ഇനി ഗോതമ്പ്, പഞ്ചാബ്. അപ്പോൾ ഗോതമ്പ് റൊട്ടിയൊക്കെ കൂടുതലുണ്ടാക്കുന്നത് പഞ്ചാബിലാണെന്ന് ഓർക്കുക. അതേപോലെ ബംഗാൾ നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഒരുപാട് പണം കിട്ടും. അപ്പോൾ ചണം കേട്ടോ, ചണം. ഓക്കെ അല്ലേ? അപ്പോൾ പരുത്തി മാത്രം ഡയറക്റ്റായിട്ട് പഠിക്കുക, ബാക്കിയെല്ലാം ഞാൻ ഈ പറഞ്ഞ കോഡ് വെച്ച് പഠിക്കുക. നീലം കർഷകരുടെ കലാപം നേരത്തെ നമ്മൾ പഠിച്ചതാണ്. നമുക്കതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം. നീലത്തിന് ബ്രിട്ടീഷ് ഭരണകാലത്ത് അക്കാലത്ത് വിപണിയിൽ ഉയർന്ന വില ലഭിച്ചിരുന്നു. തുണികൾക്ക് നിറം നൽകാനായിരുന്നു നീലം ഉപയോഗിച്ചിരുന്നത്. ഇന്നത്തെ പോലെ കൃത്രിമ ചായങ്ങൾ അന്നില്ലായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലുണ്ടായ വ്യവസായ വിപ്ലവം തുണി നിർമ്മാണ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കി. അതോടെ നീലത്തിൻ്റെ ആവശ്യം വർദ്ധിച്ചു. അപ്പോൾ എന്താണ് വ്യവസായ വിപ്ലവം എന്നുള്ളത്? വ്യവസായ വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ പഠിക്കും. ഇന്ത്യയിൽ നീലം കൃഷി വ്യാപകമാക്കേണ്ടത് ബ്രിട്ടീഷ് വ്യവസായികളുടെ ആവശ്യമായിരുന്നു. കർഷകർക്ക് വൻ തുക മുൻകൂറായി നൽകി അവരെ കൊണ്ട് നീലം കൃഷി ചെയ്യിപ്പിച്ചു. ഉയർന്ന ഭൂനികുതി അടയ്ക്കാൻ കഴിയാതെ വിഷമിച്ച കർഷകർ കമ്പനി ഉടമകളുടെ പ്രലോഭത്തിന് വഴങ്ങി നീലം വ്യാപകമായി കൃഷി ചെയ്തു. ബ്രിട്ടീഷുകാരിൽ നിന്നും പണം മുൻകൂറായി കൈപ്പറ്റിയ ഓരോ കർഷകനും
തൻ്റെ കൃഷിയിടത്തിൻ്റെ നിശ്ചിത ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്നായിരുന്നു നിബന്ധന. മാത്രമല്ല കൃഷിയിടത്തിൻ്റെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഭാഗത്തായിരുന്നു നീലം കൃഷി ഇറക്കേണ്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് എത്ര തന്ത്രപൂർവ്വമാണ് അവർ കാര്യങ്ങൾ നടപ്പിലാക്കിയത്. അതിനാൽ ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നീലം കൃഷി ചെയ്യേണ്ടി വന്നു. വിളവെടുപ്പ് കാലത്താകട്ടെ ബ്രിട്ടീഷ് ഏജൻറ്റുമാരുടെ ഇടപെടൽ കാരണം നീലത്തിന് കുറഞ്ഞ വില മാത്രമേ ലഭിച്ചുള്ളൂ. അപ്പോൾ കൂടുതൽ വില കിട്ടുമെന്ന് കരുതിയാണ് കൃഷി ചെയ്തത്. പക്ഷേ ബ്രിട്ടീഷ് ഏജൻറ്റുമാർ മുഖേനയാണ് ഇത് വിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് അധികം ലാഭമൊന്നും ഉണ്ടാവില്ല. പിൽക്കാലത്ത് കൃത്രിമ ചായങ്ങളുടെ കണ്ടെത്തലോടെ തുണികൾക്ക് നിറം നൽകാൻ നീലം ആവശ്യമില്ലാതായി. ഇതോടെ കൃഷിഭൂമിയുടെ ഭൂരിഭാഗവും നീലം കൃഷിക്ക് മാറ്റിവെച്ച കർഷകൻ്റെ അവസ്ഥ കൂടുതൽ ദുരിതത്തിലായി. അല്ലേ, എന്ത് കഷ്ടമാണെന്ന് നോക്കണം അല്ലേ. 1859 ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. അമ്പും വില്ലും വാളും കുന്തവുമായി അവർ നീലം ഫാക്ടറികൾ ആക്രമിച്ചു. നിരവധി സ്ത്രീകളും കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാരെ പിന്തുണച്ചവരും അവർക്ക് വേണ്ടി ജോലി ചെയ്തവരെയും കലാപകാരികൾ ബഹിഷ്കരിച്ചു. ഗ്രാമങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച കലാപത്തെപ്പറ്റി അറിഞ്ഞ് കൽക്കത്തയിൽ നിന്ന് നിരവധി വിദ്യാസമ്പന്നർ കലാപ പ്രദേശങ്ങളിലെത്തി കർഷകർക്ക് പിന്തുണ നൽകി. ഇതേ തുടർന്ന് നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഒരു കമ്മീഷനെ നിയമിച്ചു. ലാഭകരമല്ലാത്തതിനാൽ നീലം കൃഷി അവസാനിപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. സോ 1859 ആ നീലം കർഷകർ ആ ഒരു പ്രക്ഷോഭത്തിന്, ഒരു കലാപത്തിന് തയ്യാറായത്. അതിൻ്റെ റിസൾട്ട് ബ്രിട്ടീഷ് ഒരു കമ്മീഷനെ നിയമിക്കുകയും ആ കമ്മീഷൻ നീലം കൃഷി നിർത്തലാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു കേട്ടോ. 1859 വർഷം ഓർത്ത് വെക്കുക. ഇനി കേരളത്തിലെ കർഷക കലാപങ്ങളിലേക്ക് വരാം. ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മലബാറും കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലുമാണ് കലാപത്തിലേക്ക് നയിച്ചത്. ജന്മിമാരെയാണ് ഭൂ ഉടമകളായി ബ്രിട്ടീഷുകാർ കണക്കാക്കിയത്. ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കലടക്കമുള്ള ദ്രോഹ നടപടികൾക്കെതിരെയാണ് കലാപം നടന്നത്. ഭൂ ഉടമകളായിരുന്ന ജന്മിമാരിൽ നിന്ന് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത പാട്ടക്കുടിയാന്മാരായിരുന്നു തെക്കേ മലബാറിലെ കർഷകർ. അപ്പോൾ തെക്കേ മലബാറിലെ കർഷകർ പാട്ടക്കുടിയാന്മാരായിരുന്നു കേട്ടോ. പാട്ടക്കുടിയാന്മാർ ഈ ടേമൊക്കെ പഠിച്ചു വെക്കുക. എന്താണ് പാട്ടക്കുടിയാന്മാർ? ഭൂ ഉടമകളായിരുന്ന ജന്മിമാരിൽ നിന്നും സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവരാണ് പാട്ടക്കുടിയാന്മാർ. അപ്പോൾ തെക്കേ മലബാറിലെ കർഷകർ പൊതുവെ പാട്ടക്കുടിയാന്മാരായിരുന്നു. ഇവരിൽ ഭൂരിഭാഗവും മാപ്പിളമാരായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതേ ഉള്ളൂ അല്ലേ, മാപ്പിള കലാപം. മലബാറിലെ മുസ്ലിങ്ങളാണ് മാപ്പിള എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് 19-ാം നൂറ്റാണ്ടിലുണ്ടായ ഈ കലാപങ്ങൾ മാപ്പിള കലാപങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ദെൻ ഈ ഒരു ബോക്സ് കൂടി നമുക്ക് നോക്കിയിട്ട് പോവാം. കനോലി പ്ലോട്ട്, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ. മാപ്പിള കലാപകാലത്ത് അന്നത്തെ മലബാറിലെ മജിസ്ട്രേറ്റ് ആയിരുന്ന കനോലിയെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് കലാപകാരികൾ കൊലപ്പെടുത്തി. അപ്പോൾ കനോലിയെ കൊലപ്പെടുത്തിയത് മാപ്പിള കലാപകാലത്താണ്. എവിടെ വെച്ചാണ് കൊല്ലുന്നത്? കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ വെച്ചാണ് കനോലിയെ കൊല്ലുന്നത്. 22ഓളം കലാപങ്ങൾ മലബാറിലുണ്ടായി. എത്രയാണ്? 22ഓളം കലാപങ്ങൾ മലബാറിലുണ്ടായി. ഈ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മലബാർ സ്പെഷ്യൽ പോലീസ് MSP എന്ന പേരിൽ ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ രൂപീകരിച്ചു. അപ്പോൾ MSP എന്ന പോലീസ് സേനയെ രൂപീകരിച്ചത് മലബാർ കലാപത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയായിരുന്നു കേട്ടോ. MSP മലബാർ സ്പെഷ്യൽ പോലീസ്. തുടർച്ചയായ കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. അപ്പോൾ മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. ബ്രിട്ടീഷുകാരുടെ
തെറ്റായ നികുതി നിയമമാണ് കലാപത്തിന് കാരണമെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അവർ കറക്റ്റ് തന്നെ കാര്യം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ഉണർത്തി അല്ലേ. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന് കാരണമെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. ഓക്കെ അല്ലേ. ഇനി നമ്മൾ ഗോത്ര വിഭാഗത്തിൻ്റെ കലാപങ്ങളിലേക്ക് വരികയാണ്. ഇവിടെ നിങ്ങളൊരു സ്റ്റാമ്പ് കണ്ടിട്ടുണ്ട് അല്ലേ, ഒരു സ്റ്റാമ്പ് കൊടുത്തിട്ടുണ്ട്. സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധു കാനു അല്ലേ, നമ്മൾ കാൻഹു എന്നൊക്കെ പറഞ്ഞ് കേരള ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സിദ്ധുവും കാൻഹുവും കേരള ഹിസ്റ്ററിയിലല്ല, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെയാണ് അല്ലേ, സിദ്ധുവും കാൻഹുവും. അപ്പോൾ സിദ്ധുവിനെയും കാൻഹുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഒരു തപാൽ പുറത്തിറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ വർഷം കാണാം, 2002 കേട്ടോ, 2002. സിദ്ധു കാനു, സിദ്ധുവിനെയും കാൻഹുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നുകിടക്കുന്ന രാജ്മഹൽ കുന്നുകൾ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചവർക്ക് ഇപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവുന്നത് കണ്ടില്ലേ. രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനതയായിരുന്നു സന്താൽമാർ. അപ്പോൾ സന്താൽമാർ ജീവിച്ചിരുന്നത് രാജ്മഹൽ കുന്നിലാണ്. രാജ്മഹൽ കുന്ന് നിലകൊള്ളുന്നത് ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായാണ്. വനവിഭവങ്ങൾ ശേഖരിച്ചും കൃഷി ചെയ്തും പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച് പോന്നവർ. കരുത്തരും അധ്വാനശീലരും തനതായ സംസ്കാരമുള്ളവരുമായിരുന്നു അവർ. ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ സന്താൽ ജനതയുടെ ജീവിതത്തിൻ്റെ താളം നഷ്ടമായി. ജമീന്ദാർമാരും കൊള്ളപ്പലിശക്കാരും അവരുടെ ഭൂമി കൈയടക്കി. റെയിൽവേ നിർമ്മാണത്തിന് വേണ്ടി സന്താൽ ജനതയെ അടിമകളെപ്പോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യിപ്പിച്ചു. ജീവിതം ഗതിമുട്ടിയ സന്താൽ ജനത നേതാക്കന്മാരായ സിദ്ധുവിൻ്റെയും കാനുവിൻ്റെയും നേതൃത്വത്തിൽ ആയുധമെടുത്തു. രാജ്മഹൽ കുന്നുകൾ ബ്രിട്ടീഷ് ചൂഷകർക്കെതിരായ പോരാട്ടവേദിയായി. ഗോത്രജനതയുടെ പോരാട്ടവീര്യത്തിനു മുന്നിൽ ബ്രിട്ടീഷുകാർ പകച്ചു നിന്നു. എന്നാൽ ദീർഘകാലം പിടിച്ചു നിൽക്കാൻ സന്താൽ ജനതയ്ക്ക് കഴിഞ്ഞില്ല. ആയിരക്കണക്കിന് സന്താളുകൾ പോരാട്ടത്തിൽ മരിച്ചു വീണു. അപ്പോൾ സന്താൾ കലാപത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ കുറിപ്പാണ് നിങ്ങളിവിടെ കണ്ടത്. 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സന്താൽ ജനത നടത്തിയ ചെറുത്തുനിൽപ്പിൻ്റെ വിവരണമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സന്താൽ കലാപം നടന്നത് 1855. ഗോത്രജനതയുടെയും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ദുരിതങ്ങൾ ഗോത്രജനതയും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു. വനവിഭവങ്ങൾ ശേഖരിക്കൽ, കന്നുകാലി വളർത്തൽ, പുനം കൃഷി, വേട്ടയാടൽ എന്നിവയായിരുന്നു ഗോത്രജനതയുടെ ജീവിതോപാധികൾ. ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ വനനിയമങ്ങൾ ഗോത്രജീവിതത്തെ ദുരിതമാക്കി. വനങ്ങളെ സംരക്ഷിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചതോടെ വനത്തിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു. ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ മരങ്ങൾ ലഭ്യമായ വനങ്ങളായിരുന്നു സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ വനനിയമം, അതേപോലെ വനസംരക്ഷണ മേഖല പ്രഖ്യാപിക്കൽ, ഇതൊക്കെ അവർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന നിയമമാണ്. ഇതെല്ലാം ഗോത്ര വിഭാഗത്തിന് വലിയ ഭീഷണിയായി. കപ്പൽ നിർമ്മാണം, റെയിൽപാത നിർമ്മാണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വനങ്ങളിൽ നിന്ന് ബ്രിട്ടീഷുകാർ മരങ്ങൾ ധാരാളമായി മുറിച്ചിരുന്നു. തോട്ടം വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയും വനങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു. ഗോത്രജനത ശേഖരിച്ചിരുന്ന വിഭവങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതി ചുമത്തി. ഈ സാഹചര്യത്തിലാണ് വിവിധ ഗോത്ര വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത്. നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയും ഗോത്ര വിഭാഗത്തിൻ്റെ കലാപം നടന്നിട്ടുണ്ട്. നമുക്കറിയാം കുറിച്യർ കലാപം അല്ലേ, കുറിച്യ കലാപം. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം. വയനാട്ടിലെ ഗോത്രജനതയായ കുറിച്യരും കുറിച്യരും കുറുമ്പ്രരുമാണ് ഈ കലാപം നടത്തിയത്. 1812 നടന്ന ഈ കലാപത്തിൻ്റെ കാരണങ്ങൾ: ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തി, നികുതി പണമായി തന്നെ അടയ്ക്കാൻ നിർബന്ധിച്ചു. എല്ലാ സ്ഥലങ്ങളിലും ഈ പ്രശ്നം തന്നെയാണ് വരുന്നത്. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അപ്പോൾ അമിതമായിട്ടുള്ള നികുതി പണമായിട്ട് തന്നെ അടയ്ക്കുക എന്നുള്ള നിർബന്ധം, അടയ്ക്കാൻ കഴിയാത്തവരുടെ ഭൂമിയെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇതെല്ലാം കുറിച്യർ കലാപത്തിന് പ്രചോദനമായി.
കലാപം നടന്നത് കുറിച്യ നേതാവായ രാമനമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ കലാപം നടന്നത് കുറിച്യ നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിലാണ്. PYQ ആണ്. ഗോത്ര ജനതയ്ക്ക് പുറമെ മറ്റു വിഭാഗങ്ങളും കലാപത്തിൽ പങ്കാളികളായി. കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമനമ്പിയെ പിടികൂടി വധിച്ചു. അപ്പോൾ കലാപത്തിൻ്റെ നേതാവിനെ അവർ പിടികൂടി വധിച്ചു. തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടറായ TH ബേബർ, ഇദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ മറക്കാൻ സാധ്യതയില്ല, TH ബേബർ. അദ്ദേഹം ഈ ഒരു കലാപത്തെക്കുറിച്ച് പറയുന്ന വാക്ക് പ്രശസ്തമാണ്, പഠിച്ചു വെക്കുക. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. അപ്പം അത്രയ്ക്ക് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു അന്ന് നടന്നിരുന്നത്. 19-ാം നൂറ്റാണ്ടിൽ സന്താൾ കുറിച്യ കലാപങ്ങൾക്ക് പുറമെ നിരവധി ഗോത്ര കലാപങ്ങൾ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്നു. അവയിൽ പ്രധാനപ്പെട്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് വായിച്ചൊന്ന് പേരൊന്ന് മനസ്സിൽ വെച്ചേക്കുക കേട്ടോ. ഗോത്ര കലാപത്തിൽ പെടാത്തത് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. പഹാരിയ കലാപം, കോൾ കലാപം, കാസി കലാപം, ഭീൽ കലാപം, മുണ്ട കലാപം. പഹാരിയ കലാപം, കോൾ കലാപം, കാസി കലാപം, ഭീൽ കലാപം, മുണ്ട കലാപം. ഇന്ത്യയിലെ ഗോത്ര കലാപങ്ങളെക്കുറിച്ച് ചരിത്രകാരനായ K. സുരേഷ് സിംഗ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ K. സുരേഷ് സിംഗ് ഗോത്ര കലാപങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്ര ജനത നടത്തിയത്. ഇങ്ങനെ പറഞ്ഞത് K. സുരേഷ് സിംഗ് ആണ്. അടുത്തത് പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച. ഇവിടെ വില്യം ബെൻഡിക് പ്രഭു പറഞ്ഞ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇത് വില്യം ബെൻഡിക് പ്രഭു പറഞ്ഞതാണ്. അല്ലെ, പരുത്തി നെയ്ത്തുകാരെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞതാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഒരു കാലത്ത് ലോകമെങ്ങും പ്രശസ്തമായിരുന്നു ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ച സംബന്ധിച്ച് ഇന്ത്യയിലെ ഗവർണർ ജനറലായിരുന്ന വില്യം ബെൻഡിക് പ്രഭു നടത്തിയ നിരീക്ഷണമാണ്. അപ്പോൾ ഒരു കാലത്ത് ലോകമെങ്ങും പ്രശസ്തമായിരുന്നത് ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ പേരിലായിരുന്നു. അപ്പോൾ അതിൻ്റെ തകർച്ചയെക്കുറിച്ച് വില്യം ബെൻഡിക് പ്രഭു പറഞ്ഞ വാക്കുകളാണിത്. ബ്രിട്ടീഷ് നയങ്ങൾ ഇന്ത്യൻ കാർഷിക രംഗത്തെ മാത്രമല്ല കരകൗശല വ്യവസായത്തെയും പൂർണ്ണമായി നശിപ്പിച്ചു. ഈ നാശത്തിൻ്റെ കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. എന്തുകൊണ്ടാണ് കരകൗശല വ്യവസായവും കാർഷിക രംഗവും നശിക്കാനുള്ള കാരണം നമുക്ക് പരിശോധിക്കാം. യന്ത്രനിർമ്മിത തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതാണ് ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ നാശത്തിനുള്ള കാരണം. അപ്പോൾ മെഷീൻസ് കൊണ്ട് നിർമ്മിച്ച തുണികൾ ഇവിടെ വന്നതോടുകൂടി നമ്മുടെ കൈത്തറി തുണികൾക്ക് ഡിമാൻഡ് ഇല്ലാതെയായി. ദെൻ ബ്രിട്ടനിൽ കൊണ്ടുവന്ന യന്ത്രനിർമ്മിതമായ തുണികൾക്ക് വില കുറവായതിനാൽ ഇന്ത്യയിൽ എളുപ്പത്തിൽ വിറ്റയക്കുന്നു. അല്ലെ, അവിടെ നിന്ന് കൊണ്ടുവന്ന യന്ത്രനിർമ്മിതമായിട്ടുള്ള തുണികൾക്ക് വില കുറവാണ്. അപ്പോൾ ആളുകൾ വില കുറഞ്ഞതല്ലേ വാങ്ങും. ദെൻ റെയിൽവേ വ്യാപകമായതും ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയാണ്. റെയിൽവേ വ്യാപകമായതും ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയാണ്. കാരണം തുണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ കഴിയുമല്ലോ. ഏത് സ്ഥലത്ത് ഉൽപ്പാദിപ്പിച്ചതും റെയിൽവേ മാർഗം നമുക്ക് മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇന്ത്യയിലെ തുറമുഖ നഗരങ്ങളിലെത്തുന്ന തുണിത്തരങ്ങൾ വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനും ഗ്രാമങ്ങളിലെ പരുത്തി ശേഖരിച്ച് തുറമുഖങ്ങളിലൂടെ ബ്രിട്ടനിലേക്ക് എത്തിക്കാനും റെയിൽവേയുടെ വ്യാപനം ബ്രിട്ടീഷുകാരെ സഹായിച്ചു. ഇതോടെ ഗ്രാമങ്ങളിലെ വിപണിയും ഇന്ത്യൻ നെയ്ത്തുകാർക്ക് നഷ്ടമായി. ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മേൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ചുമത്തിയ ഉയർന്ന നികുതി കാരണം അവയുടെ വില വർദ്ധിച്ചു. അതോടെ ബ്രിട്ടീഷ് വിപണി ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് നഷ്ടമായി. അപ്പോൾ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മേൽ ഇന്ത്യൻ തുണിത്തരങ്ങൾ ബ്രിട്ടീഷിലേക്ക് കയറ്റുമതി ചെയ്യണമെങ്കിൽ ഉയർന്ന നികുതി വേണം. അപ്പോൾ ഈ ഉയർന്ന നികുതി കാരണം കയറ്റുമതിയും നടക്കാത്ത അവസ്ഥയിലായി. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണവും പീഡനവും കാരണം ധാരാളം തൊഴിലാളികൾ നെയ്ത്ത് ജോലി ഉപേക്ഷിച്ചു. അപ്പോൾ അതും വേറെ ഭാഗത്തു നിന്ന് നടന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണവും പീഡനവും ഇതും നമ്മുടെ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ കൈമാറാനും
കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യാനും അവർ തൊഴിലാളികളെ നിർബന്ധിപ്പിച്ചു. ഇത് കാരണം പലരും മറ്റു ജോലികൾ തേടിപ്പോയി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ അടിവര ഇട്ടതെല്ലാം ഇതിൻ്റെ കാരണങ്ങളാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. വേണ്ടവരൊന്നും കൂടി റിവൈസ് ചെയ്ത് കേൾക്കുക. തുണി വ്യവസായത്തിൻ്റെ തകർച്ചയുടെ ആദ്യ പ്രതിഫലനം കണ്ടത് നഗരങ്ങളിലായിരുന്നു. മുർഷിദാബാദും ധാക്കയും പോലുള്ള തുണിത്തര നിർമ്മാണ കേന്ദ്രങ്ങൾ ജനവാസരഹിതമാവുകയും ആ ജോലിയിൽ ഏർപ്പെട്ടിരുന്നവർ ഗ്രാമങ്ങളിലെത്തി കൃഷിപ്പണിയിലേക്ക് തിരിയുകയും ചെയ്തു. അപ്പോൾ തുണി വ്യവസായത്തിൻ്റെ തകർച്ച ആദ്യം പ്രതിഫലിച്ചത് ഗ്രാമങ്ങളിലല്ല, നഗരങ്ങളിലാണ് കേട്ടോ. പ്രത്യേകിച്ച് മുർഷിദാബാദ്, ധാക്ക പോലുള്ള പ്രദേശങ്ങൾ. അവിടെ തുണി തര നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന പട്ടണങ്ങളായതുകൊണ്ട് തന്നെ ഈ നിർമ്മാണ പ്രവർത്തനം നിലച്ചപ്പോൾ അവിടുത്തെ ആളുകൾ ജോലി കിട്ടാൻ വേണ്ടി നേരെ ഗ്രാമത്തിൽ വന്നു, കൃഷിപ്പണിയെടുത്ത് അവർ ജീവിച്ചു. ഇത് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കി. അപ്പോൾ എല്ലാവരും കൃഷിയിലേക്ക് തിരിയുമ്പോൾ ഒരുപാട് കർഷകർ വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് കോമ്പറ്റീഷൻ കൂടുന്നു, അവർക്ക് കിട്ടേണ്ട ലാഭവിഹിതം കുറയുന്നു. കാർഷിക മേഖലയിൽ ഏർപ്പെട്ടവരുടെ എണ്ണത്തിൻ്റെ വർധനവ് കാരണം കൃഷിഭൂമി ചെറിയ തുണ്ടുകളായി മാറി. ഉൽപാദന മുരടിപ്പായിരുന്നു അതിൻ്റെ പ്രത്യക്ഷമായ ഫലം, അല്ലേ? അപ്പോൾ പണ്ട് ഒരാൾ ഏക്കർ കണക്കിന് വസ്തുവിൽ കൃഷി ചെയ്യുന്നു എങ്കിൽ ഇപ്പോൾ അത് ചുരുങ്ങി. വളരെ തുച്ഛമായിട്ടുള്ള ഭൂമിയിൽ കൃഷി ഇറക്കേണ്ടി വന്നു. ഒരുപാട് അധ്വാനിക്കണം, കിട്ടുന്ന വിളവ് കുറവാണ്, അത് കാരണം ലാഭവും കുറവാണ്. ദെൻ ഗ്രാമങ്ങളിലെ കരകൗശല വ്യവസായങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല. അപ്പോൾ ഗ്രാമങ്ങളിൽ കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് ജീവിതം പുലർത്തിയ ആളുകളുടെ അവസ്ഥയും ഇതേപോലെ പരിതാപകരമായിരുന്നു. സോ ഗ്രാമീണ വ്യവസായങ്ങളിലെ പ്രധാനപ്പെട്ട തകർച്ചയുടെ കാരണം നമുക്ക് നോക്കാം. മൺപാത്ര നിർമ്മാണം, അതൊരു കരകൗശല വിദ്യയിലൂടെ ഉണ്ടാക്കുന്നതാണല്ലോ. അലൂമിനിയം പാത്രങ്ങൾ വന്നതോടുകൂടി, അലൂമിനിയം പാത്രം ബ്രിട്ടനിൽ നിന്നും പുറം രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത് തുടങ്ങിയതോടുകൂടി മൺപാത്രം ആരും ഉപയോഗിക്കാതായി, അല്ലേ? മൺപാത്രം പൊട്ടിപ്പോകുന്നതാണല്ലോ. അലൂമിനിയം ആണെങ്കിൽ കുറേ കാലം ഉപയോഗിക്കാം, വിലയും കുറവായിരിക്കും. ദെൻ തുകൽ പണി, ലെതർ, അല്ലേ? ലെതർ കൊണ്ടുള്ള പണികൾ. അസംസ്കൃത വസ്തുവായ തുകലിൻ്റെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതി, ഇവിടെ ഉണ്ടായിരുന്ന തുകലെല്ലാം നേരെ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തു. ദെൻ മരപ്പണി, ലോഹ നിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം. ഇപ്പോൾ ലോഹനിർമ്മിത യന്ത്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയതോടുകൂടി മരപ്പണികൾക്ക് ആളെ ആവശ്യമില്ലാതെ വന്നു. കാർഷിക മേഖലയുടെയും കരകൗശല വ്യവസായത്തിൻ്റെയും തകർച്ച ക്ഷാമങ്ങളിലേക്കും പട്ടിണി മരണത്തിലേക്കുമാണ് ഇന്ത്യയെ തള്ളിവിട്ടത്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ ക്ഷാമത്താൽ മരണമടഞ്ഞു. അടുത്ത ഹെഡിങ്, ആധുനിക വ്യവസായങ്ങളുടെ ആരംഭവും തൊഴിലാളികളുടെ അവസ്ഥയും. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിച്ചു. എന്നാൽ ഇവയുടെ എണ്ണം വളരെ പരിമിതമായിരുന്നു. തോട്ടം വ്യവസായങ്ങളായിരുന്നു ആദ്യം ആരംഭിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യത്തെ വ്യവസായം തോട്ടം വ്യവസായമായിരുന്നു കേട്ടോ, തോട്ടം. പിന്നീട് തുണി, ചണം, ഇരുമ്പുരുക്ക്, പേപ്പർ തുടങ്ങിയ വ്യവസായങ്ങളും ആരംഭിച്ചു. അപ്പോൾ ആധുനിക വ്യവസായങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം കൊണ്ടുവന്നത് തോട്ടം വ്യവസായമായിരുന്നു. പിന്നീട് തുണി, ചണം, ഇരുമ്പുരുക്ക്, പേപ്പർ തുടങ്ങിയ വ്യവസായങ്ങളും ആരംഭിച്ചു. ഇത്തരം വ്യവസായങ്ങളിലെ തൊഴിലാളികളും ചൂഷണത്തിനിരയായി. അവരുടെ അവസ്ഥയും വളരെ ശോചനീയമായിരുന്നു. ഇപ്പോൾ ആധുനിക വ്യവസായമായതുകൊണ്ട് കൂടുതൽ അവസരം കിട്ടി എന്നത് മാത്രമല്ല, അതിന് വളരെ ശോകമായിട്ടുള്ള, വളരെയധികം ക്രൂരമായിട്ടുള്ള മറ്റൊരു മുഖം കൂടി ഉണ്ടായിരുന്നു. കാരണം അവർക്ക് മണിക്കൂറുകളോളം നീണ്ട ജോലി ചെയ്യേണ്ടി വന്നു. കുറഞ്ഞ കൂലിയായിരുന്നു കിട്ടിയിരുന്നത്. ദെൻ നല്ല താമസ സൗകര്യങ്ങളും മറ്റും അവർക്ക് നൽകിയിരുന്നില്ല. അപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യ കാലത്തെ തൊഴിലാളി ജീവിതം എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനായിട്ടുള്ള ജർഗൻ ക്യുസ്യാസ്കി എഴുതിയ ഒരു കോട്ടാണ്. വയറ് നിറയെ ആഹാരമില്ലാതെ, വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാത്ത ചെറ്റപ്പുരകളിൽ മൃഗതുല്യരായി നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യാവസായിക മുതലാളിത്തത്തിൻ്റെ ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചൂഷണം അനുഭവിക്കപ്പെട്ട തൊഴിലാളി വർഗങ്ങളിൽ ഒന്ന് നമ്മുടെ ഇന്ത്യയിലെ പൂർവികരായിരുന്നു.
അക്കാലത്ത് ഇന്ത്യയിൽ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങളില്ലായിരുന്നു. എങ്കിലും ചൂഷണം സഹിക്കാൻ കഴിയാതെ തൊഴിലാളികൾ പ്രക്ഷോഭങ്ങൾ നടത്തി. ബോംബെയിലെ തുണിമിൽ തൊഴിലാളികളുടെയും കൽക്കട്ടയിലെ ചണമിൽ തൊഴിലാളികളുടെയും സമരം ഇതിനുദാഹരണമാണ്. ഇപ്പോൾ ബോംബെയിലെ തുണിമിൽ തൊഴിലാളികളുടെ സമരം, കൽക്കട്ടയിലെ ചണമിൽ തൊഴിലാളികളുടെ സമരം എല്ലാം ഈ ഒരു ചൂഷണത്തിനെതിരെയുള്ള സമരങ്ങളുടെ ഉദാഹരണമാണ്. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിൻ്റെ ദുരന്തഫലം അനുഭവിക്കേണ്ടി വന്ന വിവിധ ജനവിഭാഗങ്ങളെയും അവർ നടത്തിയ പ്രക്ഷോഭങ്ങളെക്കുറിച്ച് നാം ഇതുവരെ ചർച്ച ചെയ്തു അല്ലേ. ഈ പ്രക്ഷോഭങ്ങളൊന്നും അതത് പ്രദേശങ്ങൾക്കപ്പുറത്തേക്ക് വളർന്നില്ല. കൂടാതെ ഇവയ്ക്ക് സംഘടിത സ്വഭാവം കുറവായിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ചൂഷിതരായ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി സംഘടിത കലാപത്തിന് തുടക്കം കുറിച്ചു. അപ്പോൾ ഒറ്റപ്പെട്ട കലാപങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞത്. സോ ഇനി സംഘടിത കലാപത്തിലേക്ക് വരികയാണ്. സോ നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ വെച്ചൊന്ന് ജസ്റ്റ് ബ്രേക്ക് എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ബാക്കി കേൾക്കാം. കാരണം ഇത് അസംഘടിതമായിട്ടുള്ള കലാപങ്ങളെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി സംഘടിത കലാപത്തെക്കുറിച്ച് പറയാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ സംഘടിത കലാപത്തിലേക്ക് കടക്കുകയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 മെയ് 11 പുലർക്കാലം. ഒരു ഡയറി കുറിപ്പ് പോലെ അവിടെ തന്നിരിക്കുകയാണ്. വലിയൊരാരവം കേട്ടാണ് ഡൽഹിയിലെ ജനങ്ങൾ ഉണർന്നത്. മീററ്റിൽ നിന്ന് യമുനാ നദി കടന്ന് ആയുധങ്ങളുമായി ആയിരക്കണക്കിന് കലാപകാരികൾ ഡൽഹിയിലെത്തുകയാണ്. അവരിൽ ശിപായിമാരെന്നറിയപ്പെടുന്ന ഇന്ത്യക്കാരായ പട്ടാളക്കാരും സാധാരണക്കാരും ഉണ്ടായിരുന്നു. തലേന്ന് രാത്രി മീററ്റിൽ അവർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുകയും ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾക്ക് തീയിടുകയും ചെയ്തു. ഡൽഹിയിലെത്തിയ കലാപകാരികൾ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. അധികം താമസിയാതെ കലാപം ഉത്തരേന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. അപ്പോൾ ഈ ഒരു സംഗതിയുടെ കുറച്ച് വിശദീകരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾ അതുകൂടി കാണുക. നമ്മുടെ ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുകൾ കറക്റ്റ് ഓർഡറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമെന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന 1857 കലാപത്തിൻ്റെ വിവരണമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. മീററ്റിലെ ശിപായിമാരായിരുന്നു, അതായത് അന്നത്തെ ഇന്ത്യൻ സൈനികരെ പറയുന്നതാണ് ശിപായിമാർ, ഈ കലാപത്തിന് തുടക്കം കുറിച്ചത്. എന്തായിരുന്നു അവരെ കലാപത്തിലേക്ക് നയിച്ചത്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അതിവിടെ റിപ്പീറ്റ് ചെയ്യാണ്. തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും നേരിട്ട അവഹേളനം, അതേപോലെ ജോലിഭാരം കൂടി നമ്മൾ അവിടെ പറഞ്ഞിരുന്നു അല്ലേ. ഇതൊക്കെയായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ ശിപായിമാരെ പ്രേരിപ്പിച്ചത്. ശിപായിമാരുടെ അസംതൃപ്തി കാരണം അവർ യുദ്ധത്തിലേക്ക് ഇറങ്ങി. സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നതെന്ന പ്രചരണം അവരെ പ്രകോപിപ്പിച്ചു. ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ സൈനികരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു ഇത്. പുതിയ തിരകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ച ശിപായിമാരെ ബ്രിട്ടീഷ് മേധാവികൾ ശിക്ഷിച്ചു. ബംഗാളിലെ ബാരക്പൂരിൽ മംഗൾ പാണ്ഡെ എന്ന സൈനികൻ, പിവൈക്കുവാണേ, മംഗൾ പാണ്ഡെ എന്ന സൈനികൻ പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്തു. അപ്പോൾ ഇവിടെ കലാപത്തിന് തുടക്കം കുറിച്ച് വെക്കുന്നത് നമ്മുടെ മംഗൾ പാണ്ഡെയാണ്. അദ്ദേഹം ബംഗാളിലെ ബാരക്പൂരിലെ സൈനികനായിരുന്നു. അദ്ദേഹം തന്നെ ഈ ഒരു എംഫീൽഡ് തിര, ബുള്ളറ്റ് ഉപയോഗിക്കാൻ നിർബന്ധിച്ച ഉദ്യോഗസ്ഥനെ വെടിവെച്ചു. തുടർന്ന് അറസ്റ്റിലായ മംഗൾ പാണ്ഡെയെ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നു. അദ്ദേഹത്തെ തൂക്കിലേറ്റുകയാണ് ചെയ്തത് കേട്ടോ. അദ്ദേഹത്തെ തൂക്കിലേറ്റി. രാജാക്കന്മാർ, കർഷകർ, കരകൗശല തൊഴിലാളികൾ എന്നിങ്ങനെ ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷ് ഭരണം രാജാക്കന്മാരെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, കേൾക്കാത്തവർ നിർബന്ധമായിട്ട് അത് കേൾക്കുക കേട്ടോ. ദത്തവകാശ നിരോധന നിയമത്തിനു പുറമെ ദുർഭരണ കുറ്റം ആരോപിച്ചും ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കി. ഇത് രാജാക്കന്മാരെ കലാപം നയിക്കാൻ പ്രേരിപ്പിച്ചു. മംഗൾ പാണ്ഡെയുടെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. രാജാക്കന്മാർക്കും ശിപായിമാർക്കുമൊപ്പം
സാധാരണക്കാരും കലാപത്തിലേക്ക് പങ്കാളികളായി. ബ്രിട്ടീഷുകാരെയും കൊള്ളപ്പലിശക്കാരെയും ആക്രമിച്ച് പണമിടപാട് രേഖകളും കണക്ക് പുസ്തകങ്ങളും അവർ തീയിട്ടു. സാധാരണക്കാരായ കർഷകരുടെയും കരകൗശല തൊഴിലാളികളുടെയും പങ്കാളിത്തമായിരുന്നു കലാപത്തിൻ്റെ പ്രധാന പ്രത്യേകത. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചൂഷിതരായിട്ടുള്ള എല്ലാ ആളുകളും, എല്ലാ തരത്തിലുള്ള ആളുകളും ആ ഒരു കലാപത്തിൽ പങ്കെടുത്തു. അവധ് എന്ന നാട്ടുരാജ്യത്തിൽ കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷത്തോളം പേർ സാധാരണ ജനങ്ങളായിരുന്നു. അപ്പോൾ അവധ് എന്ന നാട്ടുരാജ്യത്തിൽ 1.5 ലക്ഷം ആളുകളാണ് കൊല്ലപ്പെട്ടത്. അതിൽ 1 ലക്ഷം പേരും സാധാരണക്കാരായിരുന്നു. ദെൻ ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി. സൈനികരുടെയും ജനങ്ങളുടെയും നേതാക്കളുടെയും ഇടയിൽ പരിപൂർണ സഹകരണം നിലനിന്നിരുന്നു. ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളെയും നേതൃത്വം കൊടുത്തവരെയും താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇത്തരം ഒരു പട്ടിക പൂരിപ്പിക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇതാണ് ഫില്ല് ചെയ്ത പട്ടിക, നോക്കൂ. ഡൽഹിയിൽ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. ഝാൻസി റാണി എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മി ഭായി ആണ്. ലക്നൌവിൽ മറ്റൊരു വനിതയാണ് ബീഗം ഹസ്രത് മഹൽ. കാൻപൂരിൽ 2 പേരുണ്ട്, നാനാ സാഹിബ്, താന്തിയ തോപ്പി. കാൻപൂരിൽ 2 പേര്, നാനാ സാഹിബ്, താന്തിയ തോപ്പി. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. മൗലവി അഹമ്മദുള്ള. PSC എപ്പോഴും ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കുക. ബ്രിട്ടീഷുകാരുടെ ശക്തമായ സൈനിക ബലത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞില്ല. കലാപത്തെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായും അടിച്ചമർത്തി കേട്ടോ. കലാപത്തെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായിട്ടും അടിച്ചമർത്തി. പരാജയപ്പെട്ടുവെങ്കിലും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് വിമുക്തമാക്കാനുള്ള ഇന്ത്യൻ ജനതയുടെ ആദ്യത്തെ മഹത്തായ സമരമായിരുന്നു ഇത്. അപ്പോൾ ഇന്ത്യൻ ജനതയുടെ ആദ്യത്തെ മഹത്തായ സമരം 1857 കലാപമാണ്. 1857 കലാപം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിലും നയത്തിലും വലിയ മാറ്റങ്ങളുണ്ടാക്കി. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തു. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിൻ്റെ ഏറ്റവും തീവ്രമായ ഘട്ടം 1857 ശേഷമായിരുന്നു. അല്ലേ, നമ്മൾ അവർ സത്യത്തിൽ ഇത് ഏറ്റെടുക്കുന്നത് ചൂഷണം കാരണം ഇന്ത്യക്കാർ പ്രതികരിച്ചു എന്നുള്ള കാരണമൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ അതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും ഏറ്റവും മോശമായിട്ടുള്ള രീതിയിലേക്ക് മാറാൻ പോകുന്നത് 1857 ശേഷമാണ്. അക്കാലത്തെ പട്ടിണി മരണങ്ങൾ ഇക്കാര്യത്തെ ശരിവെക്കുന്നുണ്ടോ? 19-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിലുണ്ടായ 24 വൻക്ഷാമങ്ങളിൽ 2 കോടിയോളം പേർ മരിച്ചു. 24 വൻക്ഷാമം ഉണ്ടായി, അതിൽ 2 കോടിയോളം ആളുകളാണ് മരിച്ചത്. ഇവിടെ കണ്ടില്ലേ, ക്ഷാമത്തിൻ്റെ ഒരു പിക്ചറൊക്കെ കൊടുത്തിരിക്കുന്നുണ്ടല്ലേ, നമുക്ക് നോക്കാൻ തന്നെ പേടിയുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രമാണത്. ദെൻ ചൂഷണം തിരിച്ചറിയുന്നു. ബ്രിട്ടീഷുകാർ നടത്തിയ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ കടുത്ത ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഉണ്ടാക്കി. ഈ മനോഭാവമാണ് 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ ദേശീയതയുടെ രൂപപ്പെടലിലേക്ക് നയിച്ച പ്രധാന ഘടകം. ജാതി മത വർഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിന്ന ഐക്യബോധമാണ് ദേശീയത. അപ്പോൾ എന്താണ് ദേശീയത എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വ്യത്യാസങ്ങൾക്കപ്പുറം ഒരു രാജ്യത്തിലെ ജനങ്ങൾ എന്ന നിലയിലുള്ള ഐക്യബോധത്തെയാണ് നമ്മൾ ദേശീയത എന്ന് പറയുന്നത്. ആ ഒരു സെൻറ്റൻസ് നോട്ട് ചെയ്ത് പഠിക്കുക. ഇങ്ങനെ വളർന്നു വന്ന ദേശീയതയുടെ ഒരു സംഘടിത രൂപമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1885 ഡിസംബറിൽ ബോംബെയിൽ വെച്ചാണ് INC രൂപം കൊള്ളുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 72 പ്രതിനിധികൾ, ആദ്യമായിട്ട് 72 പ്രതിനിധികളാണ് ഒരുമിച്ച് കൂടിയത്. 1885 മുതൽ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. അതിൻ്റെ ചില വിശദീകരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനത് സൂചിപ്പിക്കുന്നത് കേൾക്കാത്ത ആളുകൾ അത് കേൾക്കുന്നതിന് വേണ്ടിയാണ് കേട്ടോ. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതി വിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച്, ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ തകർച്ചയെക്കുറിച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് സ്ഥിതി വിവര
കണക്കുകൾ വെച്ച് പഠനം നടത്തിയത് ദാദാഭായ് നവറോജിയാണ്. PYQ ആണ് കേട്ടോ, PYQ ആണ്. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാര്യങ്ങളെക്കുറിച്ച് ചോർച്ചാ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന തൻ്റെ നിഗമനങ്ങളെക്കുറിച്ച് അദ്ദേഹം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചു. അപ്പോൾ ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജിയാണ് അല്ലേ അദ്ദേഹം പറയുന്നത്. ഇവിടെയുള്ള എല്ലാ ലാഭങ്ങളെയും സമ്പത്തിനെയും പല മാർഗത്തിലൂടെ ബ്രിട്ടീഷുകാർ ചോർത്തി കൊണ്ടുപോവുകയാണ്. അത് വിശദീകരിച്ച കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം രേഖപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിലാണ്. ആ പുസ്തകത്തിൻ്റെ പേര് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇനി എങ്ങനെയാണ് ബ്രിട്ടനിലേക്ക് ഇന്ത്യയുടെ സമ്പത്ത് ചോർന്നത്? ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, ഇവിടെ ഉണ്ടായിരുന്ന റോ മെറ്റീരിയൽസ് അങ്ങ് കൊണ്ടുപോയി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ഉയർന്ന ശമ്പളവും പെൻഷനും ഇവിടെ നിന്നുണ്ടാക്കുന്ന പൈസ എന്നാണ് അവർ കൊടുക്കുന്നത്. ദെൻ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം. അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് അവർ ഇന്ത്യക്കാരുടെ കയ്യിലുള്ള പൈസയും കൂടി അവർ കൊണ്ടുപോയി. ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി അല്ലെ, ടാക്സ്. ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ദരിദ്രമാക്കുന്നു എന്നത് സംബന്ധിച്ച് സാധാരണക്കാരന് അവബോധമുണ്ടാക്കുന്നതിൽ ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്രദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയ ആദ്യകാല നേതാക്കന്മാരുടെ പങ്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ ഇന്ത്യയെ എങ്ങനെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നു എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്രദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയ നേതാക്കന്മാർക്ക് കഴിഞ്ഞു. തങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും ചൂഷണങ്ങളും ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണെന്നുള്ള തിരിച്ചറിവ് ജനങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ശക്തമാക്കി. ഇത്തരത്തിൽ വളർന്നു വന്ന ഇന്ത്യൻ ദേശീയതയെ ചില ചരിത്രകാരന്മാർ സാമ്പത്തിക ദേശീയത എന്ന് വിളിക്കുന്നു. അപ്പോൾ സാമ്പത്തിക ദേശീയത എന്നൊരു ടേമുണ്ട്. അപ്പോൾ നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കാരണം അത് ബ്രിട്ടീഷുകാരാണെന്ന് തിരിച്ചറിഞ്ഞ് അവരോട് ഒരു വിരുദ്ധ മനോഭാവം ഉണ്ടാവുക, ഇതിനെയാണ് സാമ്പത്തിക ദേശീയത എന്ന് പറയുന്നത്. ഈ 2-3 സെൻറ്റൻസുകളിലായിട്ട് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ദെൻ സ്വദേശി പ്രസ്ഥാനം, പുതിയ തരം ചെറുത്തുനിൽപ്പുകൾ. സാമ്പത്തിക ചോർച്ച തടയാൻ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നും പകരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തണമെന്നും ആദ്യകാല ദേശീയ നേതാക്കന്മാർ ആഹ്വാനം ചെയ്തു. 1905 ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച സമരത്തിൻ്റെ പ്രധാന രീതി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവുമായിരുന്നു. സമരത്തിൻ്റെ ഭാഗമായി വിദേശ വസ്തുക്കൾ ശേഖരിച്ച് പരസ്യമായി കത്തിച്ചു. ഈ സമരരീതി സ്വദേശി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നു. അപ്പോൾ സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത് വിദേശ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുക, സ്വദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ മാത്രം ഉപയോഗിക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ അല്ലേ? സോ ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് തന്നിട്ടുണ്ട്, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി. അതുകൂടി വായിച്ചിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കളിൽ ഭൂരിഭാഗം പേരും ബംഗാളികളായിരുന്നു അല്ലേ? ബംഗാൾ എന്ന് പറയുന്നത് വളരെയധികം പ്രസക്തമായിട്ടുള്ളൊരു ഭാഗമാണ്. അതിനാൽ ബംഗാളിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി, PYQ ആണ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ബംഗാളിനെയാണ്. തുടർന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനായി 1905 കഴ്സൺ പ്രഭു ബംഗാളിനെ വിഭജിച്ചു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? 1905 കഴ്സൺ പ്രഭു ബംഗാളിനെ വിഭജിച്ചത് ബംഗാളിനെ ദുർബലപ്പെടുത്താനാണ്. സ്വദേശി വസ്തുക്കളുടെ ഉപയോഗവും വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പുതുജീവൻ നൽകി. അപ്പോൾ സ്വദേശി പ്രസ്ഥാനം വിജയകരമായിരുന്നു. നിരവധി തുണിമില്ലുകൾ, സോപ്പ് ഫാക്ടറികൾ, തീപ്പെട്ടി കമ്പനികൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ഇവിടെ ആരംഭിച്ചു. ബംഗാളിലെ ബംഗാളി കെമിക്കൽ സ്റ്റോർ പഠിക്കുക. ബംഗാളിലെ ബംഗാളി കെമിക്കൽ സ്റ്റോർ, മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ഇരുമ്പുരുക്ക് കമ്പനി, തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്നിവയ്ക്ക് തുടക്കമിട്ടത് സ്വദേശി സമരകാലത്താണ്. അപ്പോൾ ബംഗാളിലെ ബംഗാളി കെമിക്കൽ സ്റ്റോർ, അത് ആ പേരിൽ തന്നെയുണ്ട്. മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, തമിഴ്നാട്ടിലെ
സ്വദേശി സ്റ്റീം നാവിഗേഷൻ. ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ അക്കാലത്ത് വലിയ കുറവുണ്ടായി. കാരണം ഇന്ത്യയിൽ അവരുടെ ഉൽപ്പന്നങ്ങളൊന്നും വിറ്റ് പോകുന്നില്ല. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കപ്പലോട്ടിയ തമിഴൻ. തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത V.O. ചിദംബരപ്പിള്ള തൂത്തുക്കുടി ആസ്ഥാനമാക്കി 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചു. ഇതെല്ലാം BYQ ആണ് കേട്ടോ. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് V.O. ചിദംബരപ്പിള്ളയാണ്. അദ്ദേഹം തൂത്തുക്കുടി ആസ്ഥാനമാക്കി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചു 1906. അതിനാൽ അദ്ദേഹത്തെ കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കുന്നു. പ്രാദേശിക കച്ചവടക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത 6 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് അദ്ദേഹം ഇത് ആരംഭിച്ചത്. ഒന്ന് ഓർക്കുക, അക്കാലത്ത് 6 ലക്ഷം രൂപ മുതൽ മുടക്കിൽ തുടങ്ങുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അല്ലേ. ഇന്നത്തെ കോടികളുടെ വിലയുള്ള ഒരു മൂല്യമാണ് 6 ലക്ഷം രൂപ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ബാക്കി നോക്കാം. സ്ത്രീകൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെ പങ്കാളിത്തമായിരുന്നു ഈ സമരത്തിൻ്റെ പ്രധാന സവിശേഷത. വിദേശ വസ്ത്രങ്ങൾ അലക്കുകയില്ലെന്ന് അലക്കുകാരും വിദേശ വസ്തുക്കൾ ഉപയോഗിച്ച് പൂജ നടത്തില്ലെന്ന് പുരോഹിതന്മാരും പ്രതിജ്ഞയെടുത്തു. വിദേശത്തു നിന്നുള്ള വളകളും പാത്രങ്ങളും ബഹിഷ്കരിച്ചുകൊണ്ട് സ്ത്രീകളും, സ്കൂളുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളും സമരത്തിൻ്റെ ഭാഗമായി. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആളുകളും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. സ്വദേശി പ്രസ്ഥാനത്തോടെ ഇന്ത്യൻ ദേശീയത കൂടുതൽ ശക്തിപ്പെട്ടു. ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. ഇവരുടെയൊക്കെ പേര് നമ്മൾ പറഞ്ഞതാണ് അല്ലേ, തീവ്ര ദേശീയവാദികളെ കുറിച്ച് പറയുന്ന സമയത്ത്. അവർ ലാൽ, പാൽ, ബാൽ എന്നറിയപ്പെട്ടു. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അസ്വസ്ഥമായ ഇന്ത്യൻ മനസ്സുകളെ ഏകോപിപ്പിച്ച് ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ തിലകൻ നിർണായക പങ്ക് വഹിച്ചു. അപ്പോൾ ബാലഗംഗാധര തിലക് പറഞ്ഞതാണ്, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇതിനാൽ ഇദ്ദേഹത്തെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ്, PYQ ആണ്, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും ചരിത്രകാരനുമായ വാലന്റൈൻ ഷിറോളാണ് അദ്ദേഹത്തിന് ഈ ഒരു വിശേഷണം നൽകിയത്. ഓക്കെ അല്ലേ? അവരുടെ 3 പേരുടെയും ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങൾ ഒരു സംഘടിത രൂപം പ്രാപിച്ചത് ഇങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ഇത്തരം പ്രതിഷേധങ്ങളാണ് ഇന്ത്യൻ ദേശീയതയായി പരിണമിച്ചത്. ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിലെ മൂർച്ചയേറിയ ആയുധമായിരുന്നു വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും സ്വദേശി നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗവും. പിൽക്കാലത്ത് ഗാന്ധിജി ഈ സമരത്തെ കൂടുതൽ ശക്തവും ജനകീയവുമാക്കി മാറ്റി. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും എങ്ങനെയാണെന്ന് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒന്ന്, ഭൂനികുതി വ്യവസ്ഥ 3 തരത്തിലുണ്ട്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റയറ്റ് വാരി വ്യവസ്ഥ, മഹൽ വാരി വ്യവസ്ഥ. ഇതിൻ്റെ റിസൾട്ടായിട്ട് വന്ന കലാപങ്ങൾ നീലം കലാപം, മാപ്പിള കലാപം, സന്താൽ കലാപം, കുറിച്യർ കലാപം. ഇനി തുണിത്തര വ്യവസായത്തിൻ്റെ തകർച്ച, അത് ഗ്രാമീണ വ്യവസായങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായി. അത് കാരണമായിട്ട് വ്യവസായ തൊഴിലാളികളുടെ ദാരിദ്ര്യമാണ് ഉണ്ടായത്. ഇനി 1857 കലാപത്തെക്കുറിച്ച് നമ്മളിവിടെ പറഞ്ഞു, അതിൻ്റെ കാരണങ്ങളും പറഞ്ഞു. ദെൻ ആദ്യകാല ദേശീയ നേതാക്കളുടെ ചോർച്ചാ സിദ്ധാന്തം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ അതിൻ്റെ റിസൾട്ടായിട്ട് സ്വദേശി പ്രസ്ഥാനം വന്നു, ദേശീയത വളർന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യം ഒരു ഫ്ലോ ചാർട്ടായിട്ട് ഇവിടെ തന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. ഈ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഹാവ് എ നൈസ് ഡേ.